മാടാക്കര പള്ളിയിൽ വെറുതെ തല്ലുണ്ടായതല്ല, ലീഗ് പ്രവർത്തകർ ചേർന്ന് മനഃപൂർവ്വം തല്ലുണ്ടാക്കിയതാണെന്ന് തെളിയിക്കുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ലീഗ് പ്രവർത്തകൻ റഫീഖിൻ്റെതെന്ന പേരിൽ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോയിൽ തലേ ദിവസം തന്നെ നിസ്കാര സമയത്ത് ചിലരെ ടാർഗറ്റ് ചെയ്തിരുന്നു, അവരെ അതിനകത്തിട്ട് പൊട്ടിക്കണം എന്നതിനെ സംബന്ധിച്ച് ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കുന്ന ഓഡിയോ ദേ ഒന്ന് കേട്ടെ. അസ്സലാമലൈക്കും. നാളെ നിങ്ങള് പരമാവധി നമ്മളെ പ്രവർത്തകന്മാരെ മുല്ലത്തറ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി എത്തിക്കണേ. പരമാവധി ആടുന്ന ഇവിടുന്ന് നല്ല കേൾപ്പുള്ള സൈസുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാം. പ്രശ്നങ്ങൾ അഥവാ പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ അടിച്ച് കണ്ണം കൂടിച്ചിടണം, നിരത്തിയിട്ട് എടുക്ക. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും നല്ല നല്ല പ്രവർത്തകന്മാർ നാളെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് എന്താക്കണോ, മുല്ലത്തറ പള്ളിയിലെത്തുക. എന്നിട്ട് ആടുള്ള നാട്ടുകാർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഈ ഊതിയാറൊക്കെ നമ്മളെ പാർട്ടിന് പൈചാരുന്ന ആൾക്കാരെ വെച്ച് കാച്ചു കൊടുക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും ബഹുമാനപ്പെട്ട മുല്ലത്തറ ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാണെന്ന് ചെറിയൊരു അഭ്യർത്ഥന എന്റെ ഭാഗത്ത്. UDF അധികാരത്തിൽ വന്നപ്പോൾ ലീഗിന് ഈ നാട്ടിൽ പള്ളികൾക്കകത്ത് വരെ അടിയുണ്ടാക്കി അവിടത്തെ അധികാരം പിടിക്കാനുള്ള നീക്കം നടത്തുകയാണ്. സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ലീഗിന് സ്വാധീനക്കുറവുള്ള ഇടങ്ങളിലെല്ലാം അവിടുത്തെ പള്ളികൾ കൂടി അവരുടെ വരുതിയിലാക്കാൻ വേണ്ടി നീക്കങ്ങൾ നടത്തുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. എന്തായാലും ഓഡിയോ പുറത്തു വരുമ്പോൾ മാടായി പള്ളിയിൽ ഉണ്ടായ സംഘർഷം അത് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി നടപ്പാക്കിയ തമ്മിൽ തല്ലാണ്. അത് ആസൂത്രണം ചെയ്തതിൽ ലീഗിന് കൈയുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയായിട്ടാണ് ഈ ഓഡിയോ പുറത്തു വരുന്നത്. കഴിഞ്ഞ 10 വർഷം കാണാത്ത കാഴ്ചയായിട്ടാണ് മാടായി പള്ളിക്കുള്ളിൽ വിശ്വാസികൾ തമ്മിലുള്ള തമ്മിൽ തല്ലും പിന്നീട് പോലീസ് പള്ളിക്കകത്ത് കയറി ലാത്തി കൊണ്ട് അടിക്കേണ്ട അവസ്ഥ വന്നത്. എന്തായാലും സംഘർഷം പുറത്തു വന്നതിന് ശേഷം പോലീസിനെ സംബന്ധിച്ച് വിമർശനം ഉയരുമ്പോൾ ലീഗ് പ്രവർത്തകർക്ക് ആ സംഘർഷം ഉണ്ടാക്കിയതിന് പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ ഓഡിയോ സന്ദേശം തെളിയിക്കുന്നുണ്ട്. ലീഗിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പള്ളിക്കകത്ത് കയറി ഇമാമുമാരെയും ഉസ്താദുമാരെയും ഒക്കെ തല്ലുന്ന പഴയ കാലത്തെ പ്രവർത്തനങ്ങൾ വീണ്ടും തിരികെ വരികയാണ്. ലീഗ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ അങ്ങ് ബാബറി മസ്ജിദിൽ തുടങ്ങി ഇങ്ങ് ഏറ്റവും ഒടുവിൽ മാടായിൽ വരെ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ ഇവർക്ക് കൈയുണ്ട്. ഇവർ ദീനികളാണ് എന്ന് അവകാശപ്പെടുന്നിടത്ത് ഒരു ദീനികളുമല്ല. മതമെന്നാൽ അവർക്ക് രാഷ്ട്രീയ കച്ചവടത്തിനുള്ള ഉപകരണമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രതികരണം.